ഹലോ ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരുപാട് കാത്തിരിക്കുന്ന മറ്റൊരു എക്സാമിനേഷനാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വേക്കൻസിയായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് ഈ പറഞ്ഞ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 2 ഘട്ട എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 423/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നമ്മുടെ ഈ പറയുന്ന മുൻ വർഷങ്ങളാണ് അതായത് 2025 സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഒരുപാട് പേർക്ക് ഈ പറയുന്ന രീതിയിൽ നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. വിവിധ സർക്കാർ അതേപോലെ തന്നെ മറ്റ് കമ്പനികളിലും ബോർഡുകളിലും മറ്റുമായിട്ടായിരിക്കും ഈ പറയുന്ന നമുക്ക് നിയമനങ്ങൾ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? ഈ പറയുന്ന 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മറ്റുള്ളവർക്കാണ് പൊതുവെ ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നത്. അതേപോലെ തന്നെ വിവിധ കമ്പനികളിലും ബോർഡിലേക്കുമാണ് ഈ പറയുന്ന എന്ത് കിട്ടുന്നത്, നമുക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ്. 2 ഘട്ടമായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക, അല്ലേ? 2 ഘട്ടമായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി ഘട്ടമാണ്. അത് ഈ പറഞ്ഞ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും, എക്സാമിനേഷൻ നടത്തും. അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻസ് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടത്താൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? ജൂലൈ സെപ്റ്റംബർ മാസങ്ങളായിട്ട് പ്രിലിംസും അതേപോലെ തന്നെ ഇപ്പോൾ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മെയിൻസുമാണ് എന്ത് ചെയ്യുന്നത്, PSC നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGSലേക്ക് പുതിയ കുറച്ച് ഈ പറയുന്ന വേക്കൻസികളോട് വന്നിട്ടുണ്ട്. 51 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത്, പുതുതായിട്ട് ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും, കമ്പനി ഓർ ബോർഡ് LGS 51 ഒഴിവുകൾ കൂടി എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയുടെ 51 ഒഴിവുകൾ ഈ പറഞ്ഞ PSC റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ബെക്കോയെ ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, അതേപോലെ തന്നെ എന്താണ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്, ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്നിവിടങ്ങളിലായിട്ടാണ് ഒഴിവുകൾ. ഏറ്റവും കൂടുതൽ ഒഴിവ് ബെക്കോയിലാണ് റിപ്പോർട്ട് ചെയ്തത്. 33 ഒഴിവുകളാണ് ബെക്കോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറവ് ഷിപ്പിയൻ ഈ പറയുന്ന ഏറ്റവും കുറവെന്ന് പറയുന്നത് ഈ പറയുന്ന ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്നിവയാണെന്ന് എന്ത് ചെയ്ത് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 51 ഒഴിവുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ ഈ പറഞ്ഞ PSC എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ ഇതുവരെ അതായത് മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ആളെ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 2875 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്നത് ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ 2875 നിയമനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ നടന്നിട്ടുള്ളത്. നോക്കി റാങ്ക് ലിസ്റ്റ് നിന്ന് 2875 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. 2027 ജനുവരി 12 റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത്. 2027 ജനുവരി 11 വരെയാണ് എന്ത് ചെയ്യുന്നത് കാലാവധി ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ 2026 2027 ജനുവരി വരെയാണ് കാലാവധി ഉള്ളത്. അപ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിയമനം നടന്ന് 2875 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 3000 അടുപ്പിച്ച് പൊതുവെ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഈ പറഞ്ഞ എല്ലാവരും പറയുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എക്സാമിനേഷന് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിങ്ങളിതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഈ പറയും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്, അല്ലേ? അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഒരുപാട് നിയമനങ്ങൾ നടക്കും, അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയും വേണം, അല്ലേ? അത്യാവശ്യം ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ അത്യാവശ്യം കയറുന്ന ആളുകൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിയമനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ റാങ്ക് ലിസ്റ്റ് ചെന്ന് കയറി പറ്റുക എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇപ്പോഴേ തുടങ്ങി വെക്കുക. അത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൽ സ്റ്റാർട്ടിങ്ങിന് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പഠിക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ നല്ല ഗൈഡൻസ് ഇല്ല, ഏതൊക്കെ മെറ്റീരിയൽ വെച്ച് പഠിക്കണമെന്നൊരു ധാരണയില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ECB അക്കാഡമിയിൽ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രയാണം എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിൻ്റെ പേര്. ഇതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളെല്ലാം തന്നെ ഈ പറയുന്ന മെയിൻസും മറ്റ് സിലബസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന VFAയ്ക്കും ബെക്കോയ്ക്കും കമ്പനി ബോർഡിനും എല്ലാം തന്നെ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് ഓരോ ബാച്ചുകൾക്ക് ഓരോ പറയുന്ന ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഈ പറയുന്ന കോഴ്സുകൾ മറ്റും എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ പറയുന്ന രീതിയിൽ അത് ഒരുപാട് നാളുകൾ നമ്മുടെ മുന്നിലില്ല. സിലബസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന ഒരുപാട് സമയങ്ങൾ കിട്ടുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ സിലബസ് കവറേജും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും PVQസും ചെയ്തു പോവുക. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ നിയമനങ്ങൾ ലഭിക്കാനുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്താനും എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നിയമനങ്ങളൊക്കെ പറയുന്ന PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ പറയുന്ന കമ്പനി ബോർഡിൽ മറ്റുമാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് ഉണ്ടാവാറുള്ളത്.
അത് എന്ത് ചെയ്യുക, മനസ്സിലെ കണക്ക് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നമ്മൾ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9995467246 എന്നുള്ളതാണ് ആ നമ്പർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളും മറ്റും ഈ പറയുന്ന രീതിയിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.